ഇന്ന് രാഷ്ട്രീയ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് മലപ്പുറത്തേക്കാണ്, നിലമ്പൂരിലേക്കാണ്. പി.വി. അൻവർ എന്ത് പറയും, എന്തൊക്കെ പറയും, ആർക്കെതിരെ പറയും, എന്തൊക്കെ വീഡിയോ ഓഡിയോ തെളിവുകൾ പുറത്തുവിടും, പുതിയ എന്തൊക്കെ ആരോപണങ്ങൾ പൊതുസമക്ഷത്തിന് മുന്നിൽ വെക്കും, ഇതൊക്കെയാണ്. അതിനിടെയാണ് പാലക്കാട് ഇന്ന് ഇപ്പോൾ അല്പസമയം മുൻപ് പി.വി. അൻവർ എം.എൽ.എ പങ്കെടുത്ത പരിപാടി ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. പി.വി. അൻവർ എം.എൽ.എയോട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റിരിക്കുകയാണ്. എവിടെ നിന്ന് വന്ന ആളുകളാണ്, ആരാണ് എന്നൊന്നും അറിയില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പി.വി. അൻവർ എം.എൽ.എക്കെതിരെ ഫോൺ ചോർത്തൽ കേസിൽ ഇപ്പോൾ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വാർത്തകളും ഇപ്പം പി.വി. അൻവറിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. നമ്മൾ മലപ്പുറത്തേക്ക് പോവുകയാണ്. അരുൺ അമൃത നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഒരു ഭാഗത്ത് കേസ്, മറുഭാഗത്ത് 6 മണിക്ക് അൻവർ എന്ത് പറയുമെന്ന് അറിയില്ല. അങ്ങനെ എല്ലാം അൻവറിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ. എല്ലാം നിലമ്പൂരിൽ കാണാമെന്ന് അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് ഒക്കെ ഒരു മറുപടി അൻവർ നിലമ്പൂരിൽ കാത്തുവെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഒരു ഭാഗത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ആഹ്വാനം ചെയ്തു അൻവറിനെതിരെ തിരിയാൻ. അതിന് പിന്നാലെ ഭീഷണി ഉയർത്തിക്കൊണ്ടായിരുന്നു CPM-ന്റെ പ്രതിഷേധം. ഇത് 2 തവണയായി ഇടത് മണ്ഡലമായ നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ജനങ്ങളുടെ പ്രതികരണം അതേ വികാരത്തിലാണോ, അതേ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനുള്ള ഉത്തരം അൻവർ തന്നെ തേടുകയാണ്. ഞാൻ ജനങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങും, 16 മണ്ഡലങ്ങളിലും ഒരു മൈക്ക് സെറ്റ് മാത്രമായി ഞാൻ ഇറങ്ങും എന്നുള്ളതായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം. ചോദ്യചിഹ്നങ്ങൾ ജനങ്ങളിലേക്ക് വെച്ചിരുന്നു, ഒരു ചോദ്യാവലി തന്നെ ജനങ്ങളിലേക്ക് വെച്ചിരുന്നു. ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശ്വസ്തത എന്താണെന്ന് അറിയാൻ ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോയാൽ മതി എന്നൊരു നിലപാടാണ് അൻവർ അപ്പോൾ പറഞ്ഞു വെച്ചത്. അതിനുള്ള ഉത്തരം തന്നെയാണ്. രാഷ്ട്രീയ തലത്തിൽ തന്നെ വലിയ പ്രസക്തി ഈ ഒരു വിശദീകരണ യോഗത്തിന് ഉണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിരവധി വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഇടതു സ്വതന്ത്രനായി 2016-ൽ നിയമസഭയിലെത്തുന്ന പി.വി. അൻവർ ഈ ആരോപണങ്ങളെയും ഒക്കെ പ്രതിരോധിച്ചത് അന്ന് CPM ആയിരുന്നു. ഇന്ന് CPM അൻവറിനൊപ്പമില്ല. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇന്ന് വൈകുന്നേരത്തെ യോഗത്തിൽ അവിടെ എത്തുന്ന ആളുകൾ, അൻവറിനെ കേൾക്കാനായി എത്തുന്ന ആളുകൾ ഏത് രീതിയിലാണ് അൻവർ പറയുന്ന കാര്യങ്ങൾ എടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. അത്തരത്തിൽ തന്നെ രാഷ്ട്രീയപരമായ പ്രസക്തിയോടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാം നിലമ്പൂരിൽ കാണാമെന്ന് അൻവർ പറഞ്ഞു വെക്കുമ്പോൾ ഇതുവരെ ഉന്നയിച്ച തുടർ ആരോപണങ്ങൾ, അതിന്റെ ബാക്കി പത്രം കൂടി അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി കേരളം അൻവർ പറഞ്ഞ കാര്യം, കേസെടുത്തോട്ടെ, ഞാൻ സംസാരിക്കരുത്, എന്റെ വായ മൂടിക്കിട്ടാൻ പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്, അതാണ് കേസെടുക്കാൻ, ജയിലിൽ കിടക്കേണ്ടി വരും, അതിന് ഞാൻ തയ്യാറാണ്. പി.വി. അൻവർ വ്യക്തമായി തന്നെ പറയുകയാണ്. ഗോകുൽ VS നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ഗോകുൽ, നമുക്കിപ്പോഴും മനസ്സിലാവാത്തത് ആര്, എന്തിന് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഈ മർദ്ദിച്ച ആൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? നമ്മുടെ ഒപ്പം ഉള്ളത് നിസാറാണ്. നിസാർ ഇവിടുത്തെ പ്രാദേശിക ലേഖനാണ്, നമ്മുടെ പ്രാദേശിക ലേഖനാണ്. ഈ പ്രദേശത്തെക്കുറിച്ചും ഇവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്ന നിസാറിനാണ്. അവരുടെ പേരുകൾ എന്തോ പേര് നമുക്ക് കൺഫേം ആയി കിട്ടിയിട്ടില്ല. അവര് വ്യാപാരിയുടെ ആൾക്കാർ തെരഞ്ഞെടുക്കുന്നുണ്ട്, അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുന്ന ആളല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അവർ പറഞ്ഞത്. അങ്ങനെയാണ്, അവരുമായിട്ട് ഒരു ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ഇത് മറ്റേതെങ്കിലും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ല സജീവമായിട്ട് കാണാറുണ്ട്? രാഷ്ട്രീയമായുള്ള സംശയമൊക്കെ ഇപ്പം അങ്ങനെ എല്ലാന്നും പറയുന്നുണ്ട്. ഇപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എന്നാലും നമ്മളോട് ഒരു പ്രകോപനം ഇല്ലാതെയാണ് അവർ നമ്മളെ അറ്റാക്ക് ചെയ്തത്. പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഒരാൾ വന്ന് നമ്മളെ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. നമ്മൾ ആദ്യം പരിഹരിച്ചതാണ്. ഈ പറഞ്ഞ തള്ളും അല്ലെങ്കിൽ കഴുത്തിൽ പിടിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ പരിഹരിച്ച് അല്ലെങ്കിൽ പോലീസ് ഇടപെട്ട് അത് കുഴപ്പമില്ല, നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്നതിനിടയിലാണ് ഒരാൾ വന്ന് ഇവിടുത്തെ പ്രാദേശിക ലേഖനം ഇവിടുത്തെ ഒരാളെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് പോയത്. വയറിനും അതോടൊപ്പം തന്നെ കഴുത്തിനും മുഖത്തും ഇടിക്കുന്ന രീതിയിലേക്ക് പോയി. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതായത് പി.വി. അൻവറിനോടൊരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഇത്ര പ്രശ്നം എന്നുള്ളത്, അതാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. ഇവിടെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. മൂപ്പര് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ സഹപ്രവർത്തകനെ അവര് ആ ഭാഗത്താണ്, അയാൾ തള്ളിയ ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭാഗത്തുണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പ്രതികരണം എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് പ്രതികരണം എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവര് നമ്മുടെ പ്രവർത്തകനെ. ഈ അടുത്ത ദിവസം കാര്യം, ഈ നമ്മളിപ്പോൾ വന്നത് വ്യാപാരികളുടെ പരിപാടിക്കാണ്. അവർക്കൊരു കുഴപ്പമില്ല, നമ്മളെ ഇവിടെ പ്രതികരണം എടുക്കുന്നതിന് കുഴപ്പമില്ല, അൻവർ MLA-ക്ക് കുഴപ്പമില്ല. പിന്നെ ഈ കുഴപ്പമുണ്ടാക്കാവുന്ന ഈ മഹാൻ ആരാണെന്നുള്ളതാണ് നമുക്ക് MLA നമ്മളോട് നല്ല രീതിയിലാണ് സഹകരിച്ചത്. നല്ല രീതിയിൽ സഹകരിച്ച് പ്രതികരണം പറഞ്ഞിട്ടാണ് ഇവര് കാറിൽ കയറാൻ പോയത്. ആ ടൈമിലാണ് മറ്റേ ആൾ വന്നിട്ട് നമ്മളോട് വെറുതെ പ്രകോപനം ഉണ്ടാക്കിയത്. നേരെ മറിച്ച് ഇവിടെ മറ്റൊരാൾക്കൊരു പ്രശ്നമില്ല, വ്യാപാരികൾക്കും ഒരാൾക്കും ഒരു പ്രശ്നമില്ല, നടത്തുന്ന ആളുകൾക്കും നാട്ടുകാർക്കും ഒരു പ്രശ്നമില്ല ഇവിടെ. പക്ഷെ അയാൾ ഒരു 2 ആൾക്കാർ മാത്രമാണ് ഇപ്പൊ നമ്മളോട് പ്രകോപനമായിട്ട് പെരുമാറുന്നത്.
പെരുമാറിയത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല. മാധ്യമപ്രവർത്തകന്റെ ഷർട്ടിന്റെ ബട്ടൺ അടിച്ച് കയറി ഒരാൾ അടിവയറ്റിൽ ചവിട്ടി നമ്മളെ ഒപ്പുണ്ടായിരുന്ന സഹപ്രവർത്തകനെ. ഇത് എന്തിന്റെ കാരണത്താലാണെന്ന് അറിയില്ല. ആര്യ, അതായത് എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത് ആരെയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അൻവറിനെ ഇത് അസ്വസ്ഥതപ്പെടുന്നില്ല. അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞു, കേസെടുത്തോട്ടെ, നമുക്ക് നോക്കാം, ബാക്കി കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നിലമ്പൂരിൽ ഈ പൊതുയോഗത്തിൽ പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞ് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു മടങ്ങി. അദ്ദേഹത്തിന് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. അദ്ദേഹം ചോദിക്കുമ്പോഴൊക്കെ തന്നെ അത് നോക്കാം നമുക്ക് എന്നാണ് പറഞ്ഞത്. ഈ ഒപ്പമുള്ള ആൾ ആരാണ്? അയാൾ ഒരുപക്ഷെ അൻവർ MLA നമ്മളോട് പ്രതികരിച്ചത് ഒരു നിരവധി പേർ അവിടെ സെൽഫി എടുക്കാനും മറ്റും വന്നിരുന്നു, അതുകൊണ്ട് ആരാണെന്ന് അറിയില്ല എന്നുള്ളതാണ്. അതായത് അങ്ങനെ ആരെങ്കിലും ആകാമെന്നുള്ളതാണ്. പക്ഷേ ഇത് ആരാണ് എന്താണ് എന്നുള്ളതും തന്നെ വ്യക്തമല്ല. ഏതായാലും ഇപ്പോൾ പരിപാടി ഇവിടെ സുഖമായി തന്നെ നടക്കുന്നുണ്ട്. ഈ വ്യാപാരികളുടെ പരിപാടിക്ക് ഇപ്പോൾ തടസ്സം ഇല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. അവരെ ഇവിടെ നിന്ന് മറ്റു ചിലർ ചേർന്ന് മാറ്റിയിട്ടുണ്ട്, ഈ മർദ്ദിച്ച ആളുകളെ. നമ്മൾ അവരാരാണെന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പേരുകൾ കൃത്യമായി ലഭിച്ചിട്ടില്ല. അതിലൊരു വ്യാപാരി വ്യവസായിയുടെ ആളുകൾ ചിലർ പറയുന്നത് ഈ വന്ന രണ്ടുപേരും മദ്യപിച്ചാണ് വന്നിരുന്നത്, അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അവർ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നുള്ളതും വ്യാപാരികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങളുടെ ഒരാളല്ല ഇത് എന്നുള്ളതാണ് പറയുന്നത്. ശരി, എന്തായാലും ആരാണ് കാരണം MLA-ക്ക് പ്രശ്നമില്ല, മാധ്യമപ്രവർത്തകർക്ക് പ്രശ്നമില്ല, ഈ പരിപാടി സംഘടിപ്പിച്ച അതിന്റെ സംഘാടകർക്ക് പ്രശ്നമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ രണ്ടാളുകൾ വന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ദൃശ്യങ്ങളിൽ അവരെ കാണാൻ കഴിയുമായിരിക്കും. അവരാരാണെന്നും അവരുടെ പേര് വിവരങ്ങളൊക്കെ ഉടൻ തന്നെ പുറത്തു വരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. PV അൻവർ MLA എന്തായാലും പാലക്കാട് നിന്ന് നിലമ്പൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. 6 മണിക്ക് തന്നെ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം. ഇനി എങ്ങോട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുമോ, അതിൽ ആരൊക്കെ ഉണ്ടാകും, എത്ര ആളുകൾ PV അൻവറിനെ കേൾക്കാൻ നിലമ്പൂരിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് വരും, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ നേരത്തെ കണ്ടു PV അൻവർ MLA-യുടെ വീടിന് മുന്നിൽ ടൗൺ ബോയ്സ് എന്ന പേരിൽ ഒരു പുതിയ ഫ്ലെക്സ് സ്ഥാപിച്ചത്. കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാകില്ല എന്ന KK രമയുടെ വാചകമായിരുന്നു അതിന്റെ തലക്കെട്ട്. PV അൻവറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് നമ്മൾ കണ്ടു. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്, അതായത് കോതമംഗലം നെല്ലിക്കുഴിയിലും PV അൻവർ MLA-ക്ക് അനുകൂലമായി ഫ്ലെക്സ് ബോർഡ് വന്നിരിക്കുകയാണ്. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ അൻവറാണ് യഥാർത്ഥ പോരാളി എന്ന് കമ്പനിപ്പടിയിൽ സ്ഥാപിച്ച ഈ ഫ്ലെക്സിൽ പറയുന്നു.